മനസ്സ് നാളെ കിട്ടിപ്പോയി മതി. വരൂ കുട്ടികളെ. വിചാരിച്ച നേരത്തൊന്നും പുറപ്പെടാൻ പറ്റില്ല അച്ഛമ്മേ. എത്തില്ലോ അത് മതി. ദീപമോൾക്കും തരണം കൃഷ്ണമാമയെ മനസ്സിലായോ? കിന്നാരം പറഞ്ഞു നിൽക്കാതെ അടിക്കുന്ന പെട്ടി കിട്ടും. ആ സൂക്ഷിക്കണം, പൊട്ടുന്ന സാധനങ്ങളുണ്ടോ ഇതിലൊക്കെ. പൊട്ടാൻ ഇതൊക്കെ എന്താ ബോംബ? കുര്യച്ച, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ ഒരു തമാശ പൊട്ടിച്ചതാ. ഓവർ ആക്ടിങ് വേണ്ട. തമാശ മോന്തയ്ക്ക് രണ്ടെണ്ണം പൊട്ടിച്ചത് നിന്നോളൂ. കുട്ടികൾക്ക് കുളിക്കാൻ ചൂടോളം വേണ്ടി വരുമോ? ഇവനാരടാ വല്ല തുക്കട ബസ് സ്റ്റാൻഡ് ലോഡ്ജിലെ പാണ്ടിപ്പണിക്കാർ ചോദിക്കുന്ന പോലെ. പിന്നെ വേണ്ടി വരില്ലടാ കോപ്പ. എന്തേ ഇവിടെ ഹീറ്റർ ഒന്നും വർക്ക് ചെയ്യില്ലേ? കുടിഞ്ഞ കറണ്ട് ബില്ല ഉപയോഗിക്കാത്തതുകൊണ്ട് ഹീറ്റർ 1-2 കേടായെന്നൊരു ചെറിയ ശങ്ക. എന്തോന്നാടോ ഇത്? പ്രസംഗിക്കാൻ നിൽക്കാണ്ട് വല്ല ഇലക്ട്രീഷ്യന്മാരെ കിട്ടുമോ നോക്കണം. ഒന്ന് കഴിക്കണ്ടേ? ഞങ്ങള് വഴിക്ക് കഴിച്ചു കൃഷ്ണ. നല്ല കഥയായി. സുധിക്ക് ഇഷ്ടപ്പെട്ട പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ അത് ചതിയായി പോയിട്ടോ. ഈ നട്ട പാതയ്ക്ക് അവന്റെ കൊടപ്രഥമൻ ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾക്ക് ആർക്കും ഉറക്കില്ലേ? തനിക്കുറങ്ങാൻ നേരം വാങ്ങി പോയി ഉറങ്ങണോ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. ഇയാള് പറഞ്ഞിട്ട് ഉറങ്ങാൻ ഞങ്ങൾ എന്താ കുട്ടികളോ? മതി കുടിച്ചതും കളിച്ചതൊക്കെ പോയിക്കോ, തുടങ്ങിക്കോളൂ. ആളാവാൻ വരരുത് എന്റെ അടുത്ത്. ആളാവാൻ വരരുത്. ഭഗവാൻ ഇതാരപ്പിത്? വേണ്ട. ദേവാ കൃഷ്ണൻ. കൃഷ്ണനോ വിഷ്ണുവോ ബ്രഹ്മാവോ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഞാനൊരു വിധാങ്ങടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ എല്ലാരും കൂടെ ഒരു കൂടിയാലോചന? താൻ അങ്ങോട്ട് പുറത്തോട്ട് നിന്നേ. നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ഒരു ജോലിക്കാരൻ വായും പൊളിച്ച് നിൽക്കണത് എന്തിനാ? അമ്മേ, കാലത്ത് മരുന്ന് കഴിച്ചില്ലേ തല കറങ്ങണ ആളാ. 4 അടി നടന്നാ മുട്ടുവേദനിക്കും. എവിടെയും വീണു പോയാലോ? ഈശ്വര, ഞാൻ എവിടെ പോയാ തിരയ? ഈ കൂട്ടത്തിൽ താൻ കൂടെ വന്ന് ഒന്ന് ഇറങ്ങി പോടുന്നു. ഇന്ന് കൊഴുത്ത കുറെ കോഞ്ഞാണ്ടന്മാര് തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത്. വിളിക്ക്, അവരോട് പറഞ്ഞോളാം ഞാൻ. പണിയണ്ട, വേണ്ട, ഇതിവിടെ വേണ്ട, നീ പോവാൻ നോക്ക്. കോലോത്ത ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീ ഇതിലിടപെടുന്ന ആണും പെണ്ണും കെട്ടോനെ. ഒരാളും കൂടി ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇവൻ എന്തിനാ? വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.